So students, let's move to our second exercise 6.2. Okay. അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം ഉണ്ടായിരുന്നു, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ ടൈൽസ് തിയറം, അതേപോലെ അതിന്റെ കോൺവേഴ്സ്. ഓക്കെ, ആ ഒരു തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സസൈസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. In the figure 1 and 2 നമുക്ക് ഇവിടെ രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ ആൻഡ് സെക്കൻഡ് ഫിഗർ. DE is parallel to BC. DE എന്ന് പറയുന്ന ലൈൻ BC എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിലെ EC എന്ന് പറയുന്ന സൈഡും സെക്കൻഡ് ട്രയാങ്കിളിലെ AD എന്ന് പറയുന്നതിന്റെ ലെങ്തും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞു ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലലായി നമ്മൾ ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ മറ്റ് രണ്ട് സൈഡുകളെ കട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും എന്നാണ് പഠിച്ചത്. ഓക്കെ, അതായത് ഇവിടെ ഫസ്റ്റ് ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം BC എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആയിട്ട് ബാക്കി രണ്ട് സൈഡുകളെ കട്ട് ചെയ്ത പാരലൽ ലൈൻ ആണ് DE എങ്കിൽ I can write by basic proportionality theorem AD divided by DB is equal to AE divided by EC. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? EC ആണ്. ഓക്കെ, AD യുടെ ലെങ്ത് എന്താണ്? 1.5 ഡിവൈഡഡ് ബൈ DB യുടെ ലെങ്ത് എന്താണ്? 3 is equal to AE യുടെ ലെങ്ത് എത്രയാണ്? 1 ആണ് ഡിവൈഡഡ് ബൈ EC നമുക്ക് അറിയില്ല, സോ ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് ആസ് X, അല്ലെങ്കിൽ നിങ്ങൾ EC എന്ന് തന്നെ കൊടുത്താലും മതിയാകും. ഓക്കെ, EC. അപ്പൊ ഇതിൽ നിന്ന് നോക്കാം, 1.5 and divided by 3 we get 1.1 divided by 2. ഓക്കെ, അപ്പൊ 1/2 is equal to 1 by EC എന്ന് കിട്ടിയാൽ that means EC is equal to 2. that means ഇവിടത്തെ EC യുടെ ലെങ്ത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. ക്ലിയർ? നെക്സ്റ്റ് രണ്ടാമത്തെ ഫിഗർ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം BC എന്ന് പറയുന്ന സൈഡ്, അതായത് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡായ BCക്ക് പാരലൽ ആയിട്ട് വരച്ച ലൈനാണ് DE. ആ ലൈൻ ബാക്കി രണ്ട് സൈഡുകളെ കട്ട് ചെയ്യുന്നു. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് കട്ട് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. നിങ്ങൾ എഴുതുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഓക്കെ, അപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? AD ഡിവൈഡഡ് ബൈ BD is equal to AE divided by EC അല്ലെങ്കിൽ CE. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. AD യുടെ ലെങ്ത് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പൊ ഞാൻ AD അതേപോലെ എഴുതി, ഡിവൈഡഡ് ബൈ BD is equal to എത്രയാണ്? 7.2 is equal to AE is equal to 1.8 divided by 5.4. ഓക്കെ, അപ്പൊ എനിക്ക് AD മാത്രമായിട്ട് വേണമെങ്കിൽ എങ്ങനെ കിട്ടും? is equal to 1.8 into 7.2 all divided by 5.4, which is equal to 2.4 centimeter. That means the length of AD is equal to 2.4 centimeter. Clear ആണല്ലോ? So students, we are moving to the second question. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. Question: E and F are points on the sides PQ and P are respectively of a triangle PQR. Okay, PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ PQ എന്ന് പറയുന്ന സൈഡിലേക്കും അതേപോലെ PR എന്ന് പറയുന്ന സൈഡിലും ഉള്ള രണ്ട് പോയിന്റ്സ് ആണ് E and F എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ രണ്ട് സൈഡ്സിലായിട്ട് വരുന്ന പോയിന്റ്സ് ആണ് ഇയും എഫും എങ്കിൽ സ്റ്റേറ്റ് വെദർ EF പാരലൽ ടു QR, അതായത് ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ നമ്മുടെ QR എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആണോ എന്നാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 3 കേസസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ കേസിന്റെ ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിന്റെ കോൺവേഴ്സ് ആണ്. ഓക്കെ, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഒരു വശത്തിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ മറ്റ് രണ്ട് സൈഡുകളെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ തിരിച്ചു പറയണം. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ
രണ്ട് വശങ്ങളെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. ആ ലൈൻ കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. ഈ ഒരു കേസ്, ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് PE is equal to 3.9 cm, EQ is equal to 3 cm, PF is equal to 3.6 cm and FR is equal to 2.4 cm. ഫിഗർ ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമ്മൾ ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫിഗർ വരയ്ക്കേണ്ട രീതി ശ്രദ്ധിക്കാം. PQR. ഓക്കെ, നമുക്ക് PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് PQ എന്ന് പറയുന്ന സൈഡിലുള്ള പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത് E. ഓക്കെ, അപ്പൊ PQലെ പോയിന്റ് ആയിട്ട് E എടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് PR എന്ന് പറയുന്ന സൈഡിലെ പോയിന്റ് ആണ് F എന്ന് പറയുന്നത്. എന്നിട്ട് ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈൻ വരയ്ക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ച് ഇതിനെ ലേബൽ ചെയ്യുക. 3.9 സെന്റിമീറ്റർ ആണ് PE, സോ PE is equal to 3.9 സെന്റിമീറ്റർ. ഓക്കെ, EQ is equal to 3 സെന്റിമീറ്റർ, PF is equal to 3.6 സെന്റിമീറ്റർ, FR is equal to 2.4 സെന്റിമീറ്റർ. ഈ ഒരു ഫിഗർ കാണുമ്പോഴത്തേക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടും. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത റേഷ്യോ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആദ്യത്തെ ഒരു സൈഡിനെ കട്ട് ചെയ്ത റേഷ്യോ ആണ് കൺസിഡർ ചെയ്യുന്നത്. PQ എന്ന് പറയുന്ന ലൈന് E എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്ത റേഷ്യോ, ദാറ്റ് മീൻസ് PE ഡിവൈഡഡ് ബൈ EQ അതാണ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് കാണാൻ പറയാം 3.9 ഡിവൈഡഡ് ബൈ 3 എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് എത്ര കിട്ടും, നമുക്ക് 1.3 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, 1.3 ആയിട്ട് എടുക്കുക ആ ഒരു കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈനിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ. രണ്ടാമത്തെ ഏത് ലൈനെയാണ്, PR എന്ന് പറയുന്ന സൈഡിനെയാണ് F എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്തത്. സോ ഞാൻ PF ഡിവൈഡഡ് ബൈ FR ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു, എനിക്ക് നോക്കുമ്പോൾ 3.6 ഡിവൈഡഡ് ബൈ 2.4 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1.5. ഓക്കെ, അപ്പോ ഈ ലൈൻ ഇതിനെ രണ്ടിനെ കട്ട് ചെയ്ത റേഷ്യോ സെയിം ആണോ വന്നത്? അല്ല. ദാറ്റ് ഈസ് PE ഡിവൈഡഡ് ബൈ EQ is not is equal to PF ഡിവൈഡഡ് ബൈ FR. അതവിടെ നമ്മൾ എഴുതുക. PE ഡിവൈഡഡ് ബൈ EQ is not is equal to PF ഡിവൈഡഡ് ബൈ FR. ഓക്കെ, അപ്പോ അതെങ്ങനെ എഴുതാം? സിൻസ് ഈ ഒരു റീസൺ കൊണ്ട് ബൈ കോൺവേഴ്സ് ഓഫ് BPT, that is basic proportionality theorem, we can say that EF is not parallel to QR. Clear? So students, we are moving to the second case. Okay, ഈ ഒരു രണ്ടാമത്തെ കേസിൽ നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. PE is equal to 4 cm, EQ is equal to 4.5 cm, PF is equal to 8 cm and FR is equal to 9 cm. ഓക്കെ, അതനുസരിച്ച് ദാണ്ടെ ഫിഗറിൽ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്. ദാണ്ടെ PE 4 cm, EQ 4.5 cm, PF 8 cm, FR is equal to 9 cm. Now we are going to take the ratios of the sides. Okay, അപ്പോ ഞാൻ PQ എന്ന് പറയുന്ന സൈഡിനെ E എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കട്ട് ചെയ്ത റേഷ്യോ എടുക്കാണ് PE ഡിവൈഡഡ് ബൈ EQ is equal to, എനിക്ക് 4 ഡിവൈഡഡ് ബൈ 4.5 എന്ന് എഴുതാൻ കഴിയും. ഈ 4 ഡിവൈഡ് ബൈ 4.5നെ ഞാൻ ഈ ഫ്രാക്ഷൻ ഡെസിമൽ മാറ്റിയിട്ട് ഒരു ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 8 ഡിവൈഡഡ് ബൈ 9 എന്നാണ് കിട്ടുന്നത്. കാരണം 4 when multiplied with 2 we get 8 and 4.5 when multiplied with 2 we get 9. So okay, 8 divided by 9. ഇവിടെ നോക്കുമ്പോഴും PF ഡിവൈഡഡ് ബൈ FR എന്ന് പറയുന്നത് എന്താണ്? 8.9 ആണ്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് ഇവിടെ എഴുതുക? സിൻസ് PE divided by EQ is equal to PF divided by FR. Okay, that is ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ട് സൈഡുകളെ കട്ട് ചെയ്ത റേഷ്യോ സെയിം ആയതിനാൽ നമുക്ക് പറയാൻ പറ്റും ആ ലൈൻ മൂന്നാമത്തെ സൈഡിന് എന്താണ്? പാരലൽ ആണ്. യൂസിംഗ് വിച്ച് തിയറം? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അതിന്റെ കോൺവേഴ്സ് ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ബൈ കോൺവേഴ്സ് ഓഫ് BPT we can say that EF is parallel to QR. Clear? So students, we are moving to the third case. Okay, അപ്പോൾ മൂന്നാമത്തെ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന രീതി ഇങ്ങനെയാണ്.
PQ is equal to 1.28 centimeter, PR is equal to 2.56 centimeter, PE is equal to 0.18 centimeter and PF is equal to 0.36 centimeter. Okay, അപ്പോൾ ഇതനുസരിച്ച് ഞാൻ എന്താണ് നമ്മുടെ ഫിഗറിൽ ലേബൽ ചെയ്താണ്. അപ്പോൾ ഇതാ നോക്കുമ്പോഴത്തേക്കും PQ ഒരു ഒറ്റ സൈഡിന്റെ ഫുൾ ലെങ്ത് ആണ് 1.28 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ അതായത് PR എന്ന് പറഞ്ഞാൽ 2.56 എന്ന് പറയുന്നത് ഒറ്റ സൈഡിന്റെ ഫുൾ ലെങ്ത് ആണ്. ഈസ് ഈക്വൽ ടു നമുക്ക് അതേപോലെ PE എന്ന് പറയുന്നത് കട്ട് ചെയ്ത ഭാഗം, അതേപോലെ PF എന്ന് പറയുന്നത് PR എന്ന് പറയുന്ന സൈഡിനെ F എന്ന് പറയുന്ന കട്ട് ചെയ്ത് അവിടെ വരെയുള്ള ലെങ്ത് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.28 നിന്നും 0.18 കുറച്ച് EQ കണ്ടുപിടിക്കാം. അതേപോലെ ഇതാണ് PR-നെ എന്ത് ചെയ്യുക, PR-ൽ നിന്നും PF കുറച്ച് FR കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ റേഷ്യോ എടുത്തിട്ട് സെയിം ആണോ നോക്കിയും ചെയ്യാം. പക്ഷേ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമ്മുടെ ഇൻട്രോഡക്ടറി പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു 3 രീതിയിൽ നമുക്ക് ഈ സൈഡ്സിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ ചെയ്ത രീതിയാണ്. അതായത് കട്ട് ചെയ്ത ആ പകുതി ഭാഗങ്ങൾ എടുക്കുക. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ ഒരു സൈഡും കട്ട് ചെയ്ത ഒരു പോർഷനും. ഓക്കെ, അതായത് തന്നെ ഇങ്ങനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, PQ ഡിവൈഡഡ് ബൈ PE ഈസ് ഈക്വൽ ടു PR ഡിവൈഡഡ് ബൈ PF. ഈ ഒരു റേഷ്യോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറൊരു റേഷ്യോ കൺസിഡർ ചെയ്യാം. PQ divided by EQ is equal to PR divided by FR. ഈ ഒരു രീതിയിലും കൺസിഡർ ചെയ്യാം. 3 രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിലെ രണ്ടാമത്തെ രീതിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. PQ divided by PE എന്ന് പറയുന്നത് 1.28 divided by 0.18 എന്ന് പറയുന്നത് 128 divided by 18 which is equal to 64 divided by 9 എന്നാണ് കിട്ടിയത്. ഇനി PR divided by PF എന്ന് പറയുന്നത് 2.56 divided by 0.36 which is equal to 256 divided by 36. When simplified we get 9 by 64. Sorry, 64 by 9 ആണ്. 64 divided by 9. ഈ ഒരു റേഷ്യോ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് PQ by PE which is equal to PR by PF എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടി. അപ്പൊ എങ്ങനെ എഴുതാം, സിൻസ് PQ divided by PE is equal to PR divided by PF, okay, by converse of basic proportionality theorem we get EF is parallel to QR. Okay. Okay. So students, we are moving to our third question. Question നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. In the given figure, if LM parallel to CB, LM ഇതെന്ന് പറയുന്നത് CB ക്ക് പാരലൽ ആണ് and LN parallel to CD, LN എന്ന് പറയുന്ന ലൈൻ CD എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ prove that AM divided by AB is equal to AN divided by AD. ഓക്കെ, അപ്പൊ ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗറിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ട്രയാങ്കിൾ ABC അതേപോലെ ട്രയാങ്കിൾ ADC. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ABC എന്ന് പറയുന്നത് ഈ മുകളിലുള്ള ട്രയാങ്കിളും അതേപോലെ ADC എന്ന് പറയുന്ന രണ്ടാമത്തെ ട്രയാങ്കിളും. ഓക്കെ, ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ ABC. ആദ്യം ഞാൻ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൽ എനിക്ക് എന്തെല്ലാം പറയാൻ പറ്റും. ABC കൺസിഡർ ചെയ്താൽ എനിക്ക് പറയാൻ പറ്റുന്നത് LM എന്ന് പറയുന്ന ലൈൻ അതിലെ BC എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് LM parallel to CB. ഓക്കെ, അപ്പോ ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന് മറ്റൊരു ലൈൻ പാരലൽ ആണെന്നുണ്ടെങ്കിൽ ആ ലൈൻ ആ ട്രയാങ്കിളിന്റെ ബാക്കി 2 സൈഡുകളെ ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും. ഏത് തിയറമാണ്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതിയാണ് ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ BPT. ഓക്കെ, എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. AM divided by MB is equal to AL divided by LC. ഞാൻ പറഞ്ഞു 3 രീതിയിൽ നമുക്ക് ഈ ഡിവിഷൻ എഴുതാം. നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഡിവിഷൻ അറേഞ്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് വേണ്ട രീതി ഇതാണ് AM by AB. അപ്പൊ AM by AB അല്ല AM divided by AB എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ AM divided by AB ഈ ഒരു രീതിയിൽ വരണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ നോക്കുക. AM divided by AB. ഓക്കെ, AM divided by AB is equal to, ഞാൻ അതേ രീതിയിൽ ഇവിടെ എടുക്കാം. AM divided by AB അങ്ങനെയാണെങ്കിൽ AL divided by AC. ഓക്കെ, AL divided by AC. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു റിസൾട്ട് കിട്ടി. അപ്പൊ അതിനെ ഞാൻ ഫസ്റ്റ് ഒരു ഇക്വേഷൻ ആയിട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു കൺസിഡർ ട്രയാങ്കിൾ
ADC. Okay, consider triangle ADC. അതില് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം LN എന്ന് പറയുന്ന ലൈൻ ഈസ് പാരലൽ ടു ദി വൺ ഓഫ് ദി സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ CD. ഓക്കെ, അപ്പം LN പാരലൽ ടു CD, റൈറ്റ്? സോ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം I can write, എനിക്ക് വേണ്ട രീതി എങ്ങനെയാണ്? AN divided by AD, AN divided by AD. ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്യുക. എങ്ങനെ അറേഞ്ച് ചെയ്യാം? AN divided by AD is equal to AL divided by AC. Okay, AL divided by AC. സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, സോറി റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഒരേ ടേം ആണ് വന്നിരിക്കുന്നത്. AL divided by AC, AL divided by AC. So we can write AM divided by AB is equal to AN divided by AD. അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ എഴുതുക hence the proof. Okay, clear? So students, let's move to our fourth question. Question നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. In the given figure, നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. Okay, DE is parallel to AC. Okay, അപ്പൊ പാരലൽ ആയിട്ടുള്ള ആ ഒരു സൈഡുകളെ നമുക്ക് മാർക്ക് ചെയ്ത് പോവാം. DE parallel to AC. AC എന്ന് പറഞ്ഞ സൈഡ് ഏതാണ്? ഇതാണ്. Okay, അപ്പൊ ACക്ക് പാരലൽ ആയിട്ട് വരുന്ന ലൈൻ ഏതാണ്? DE ആണ്. Okay, and next is DF parallel to AE എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതും കൂടെ മാർക്ക് ചെയ്ത് പോവാ. അതാണ് DF. ഓക്കെ, DF parallel to AE. ഇതാ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് BF divided by FE is equal to BE divided by EC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ വേണം. ഓക്കെ, ആ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡിനെ പാരലൽ ആയിട്ട് വരച്ച മറ്റൊരു ലൈൻ ആയിരിക്കണം നമുക്ക് ഈ തന്നിട്ടുള്ള കണ്ടീഷൻ, ക്വസ്റ്റ്യനിലുള്ള കണ്ടീഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കുക, നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നു DE പാരലൽ ടു AC, DE അതേപോലെ AC. നോക്കുമ്പോ AC എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. ഓക്കെ, അപ്പൊ നാം ഇങ്ങനെ മാർക്ക് ചെയ്യാണ് A അതേപോലെ ABC. ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് AC. ACക്ക് പാരലൽ ആയിട്ട് നമ്മൾ വരച്ച ലൈനാണ് DE. ഈ DE എന്ന് പറയുന്ന ലൈൻ ബാക്കി രണ്ട് സൈഡുകളെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? കൺസിഡർ ട്രയാങ്കിൾ ABC. ABCയിൽ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? DE പാരലൽ ടു AC. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വേണ്ട എന്താണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ആ സൈഡ്സിന്റെ റേഷ്യോ എടുക്കാനായിട്ട്. 3 രീതിയിൽ എടുക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഞാൻ എടുക്കുകയാണ്. DE പാരലൽ ടു AC, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ സൈഡ്സ് എടുക്കുമ്പോൾ ഞാൻ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ആ ഒരു ക്വസ്റ്റ്യനിൽ BE അതേപോലെ EC രണ്ടും ഉണ്ട്. അപ്പൊ അതേ രീതിയിൽ അപ്പുറത്തെ സൈഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. BD divided by AD is equal to BE divided by EC. Okay, equation number 1. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ടാമത് തന്നിരിക്കുന്ന പെയർ ഓഫ് ലൈൻസ് പാരലൽ ആയിട്ടുള്ള ഏതാണ്? DF ഉം AE ഉം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നു. DF അതേപോലെ AE, ഇവര് രണ്ടുപേരും ഇതിൽ AE എന്ന് പറയുന്നത് ABE എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എന്താണ്? സൈഡാണ്. ഓക്കെ, ABE എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡും അതിന് പാരലൽ ആയിട്ട് വരച്ച ലൈനാണ് DF. ആ ലൈൻ ആ ഒരു ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് സൈഡുകളെ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. കൺസിഡർ ട്രയാങ്കിൾ ABE. ഓക്കെ, ABEയില് നമുക്ക് എന്താണ് കണ്ടീഷൻ? DF പാരലൽ ടു AE. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം വി ക്യാൻ റൈറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? ശ്രദ്ധിക്കുക, BD ഡിവൈഡഡ് ബൈ AD, BD ഡിവൈഡഡ് ബൈ AD is equal to നമുക്ക് എങ്ങനെയാണ് BF ഡിവൈഡഡ് ബൈ FE എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്ലൂസ് അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? BF ഡിവൈഡഡ് ബൈ FE is equal to BE ഡിവൈഡഡ് ബൈ EC എന്നാണ്. ഇവിടെ നോക്കുമ്പോൾ BD ഡിവൈഡഡ് ബൈ AD is equal to BE ഡിവൈഡഡ് ബൈ EC. അതായത് നമുക്ക് തെളിയിക്കേണ്ട ഇക്വേഷന്റെ ഒരു സൈഡ് ഇവിടെയുണ്ട് അല്ലേ? അതേപോലെ BD ഡിവൈഡഡ് ബൈ AD is equal to BF ഡിവൈഡഡ് ബൈ FE. നമ്മുടെ ഇക്വേഷനിലെ മറുവശം ദാ ഇവിടെയുണ്ട് ആണല്ലോ. ഇവർ രണ്ടുപേരും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഇവരെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്ന സൈഡും ഈക്വൽ ആയിരിക്കണം. ചെക്ക് ചെയ്യുമ്പോൾ BD ഡിവൈഡഡ് ബൈ AD, അതേപോലെ ഇവിടെയും BD ഡിവൈഡഡ് ബൈ AD. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഹെൻസ് സോ BE ഡിവൈഡഡ് ബൈ FE is equal to BE divided by EC is equal to BF divided by FE. And ഇത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് hence the proof. Okay. So students, let's move to our fifth question. Question നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. In the given figure നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. DE parallel to OQ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ രണ്ട് സൈഡുകൾ ഒന്ന് മാർക്ക് ചെയ്ത് പോവുകയാണ്. ആ രണ്ട് ലൈൻസ് DE എന്ന് പറയുന്നത് ദാണ്ട് ഈ ലൈൻ ആണ്, അതേപോലെ OQ എന്ന് പറയുന്നത് ദാണ്ട് ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത് തന്നിട്ടുള്ള കണ്ടീഷൻ DF പാരലൽ ടു OR എന്നാണ്. ഓക്കെ, അപ്പൊ DF ഞാൻ മാർക്ക് ചെയ്യാണ്. ദാണ്ട് DF എന്ന് പറയുന്നത് ഈ ഒരു സൈഡും അതേപോലെ OR എന്ന് പറയുന്നത് ഈ ഒരു സൈഡുമാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് EF പാരലൽ ടു QR. നമുക്ക് തെളിയിക്കേണ്ടത് EF ഈ ഒരു ബ്ലാക്ക് ലൈൻ, അതേപോലെ QR എന്ന് പറഞ്ഞ ബ്ലാക്ക് ലൈൻ, ഇവ രണ്ടും പാരലൽ ആണ് തെളിയിക്കണം. നമ്മൾ പഠിക്കുന്ന പാഠം ട്രയാങ്കിൾസ് ആണ്. ഇതിൽ നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറയുന്ന ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ ലൈൻസ് പാരലലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ ആ ഒരു തിയറം തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്ലൂസ് അനുസരിച്ച് ആദ്യം അതിനെ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യം എനിക്ക് തന്നിരിക്കുന്നത് എന്താണ്? ശ്രദ്ധിക്കുക, DE പാരലൽ ടു OQ എന്നാണ് തന്നിരിക്കുന്നത്. ഈ DE അല്ലെങ്കിൽ OQ ഇതിൽ ആരെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോ OQ എന്ന് പറയുന്നത് എനിക്ക് POQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡ് ആക്കി എടുക്കുകയും അതിന് പാരലൽ ആയിട്ട് DE എന്ന് പറയുന്ന ലൈൻ എടുക്കുകയും ആ ലൈൻ എന്ന് പറയുന്നത് POQ എന്ന് പറയുന്ന ട്രയാങ്കിളിനെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ആണ്, നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് എഴുതിയതിനു ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ നോക്കാം, കൺസിഡർ ട്രയാങ്കിൾ POQ. POQല് DE പാരലൽ ടു OQ ആയതിനാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇതാണ് PE ഡിവൈഡഡ് ബൈ EQ. ഓക്കെ, PE ഡിവൈഡഡ് ബൈ EQ is equal to നോക്കുക PD ഡിവൈഡഡ് ബൈ DO. PD ഡിവൈഡഡ് ബൈ DO. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് DF പാരലൽ ടു OR എന്നാണ്. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് DF പാരലൽ ടു OR. ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ ഒരു ട്രയാങ്കിളിന്റെ സൈഡ് ആയിട്ടും മറ്റു ലൈൻ ആ സൈഡിനെ പാരലൽ ആയിട്ട് മറ്റു രണ്ട് സൈഡുകളെ കട്ട് ചെയ്യുന്ന ലൈനുമായിട്ട് കിട്ടുന്നു എന്ന് ശ്രദ്ധിക്കാം. നോക്കുമ്പോ POR എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഓക്കെ, ട്രയാങ്കിളിന്റെ പേര് POR. POR എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എന്താണ്? ഒരു സൈഡ് ആണ് OR, അതിന് പാരലൽ ആയിട്ട് മറ്റു രണ്ട് സൈഡുകളെ ഡിവൈഡ് ചെയ്യുന്ന ലൈൻ ആണ് DF. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യാം. ഇവിടെ എഴുതാൻ വിട്ടുപോയിരുന്നു, ബൈ BPT. ഓക്കെ, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അതുപോലെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ്, കൺസിഡർ ട്രയാങ്കിൾ POR. അതില് നമുക്ക് DF പാരലൽ ടു OR അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം
we can write എന്താണ് എഴുതാൻ പറ്റുന്നത് PF divided by FR. Okay, PF divided by FR is equal to PD divided by DO. Second equation. ഈ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്താലും ഈ രണ്ട് ഇക്വേഷന്റെയും എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ എന്ത് ചെയ്യാൻ പറ്റും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഫ്രം 1 and 2 എങ്ങനെ എഴുതാം PE divided by EQ is equal to PF divided by FR. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേ PE divided by EQ is equal to PF divided by FR. ഇതെന്ന് പറയുന്നത് നമുക്ക് PQR എന്ന് പറയുന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്താൽ ആ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളെ EF എന്ന് പറയുന്ന ഒരു ലൈൻ കട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് ഈ എടുത്തിരിക്കുന്നത്. ഈ റേഷ്യോ സെയിം ആണ് എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ കട്ട് ചെയ്യാത്ത സൈഡായ QRന് പാരലൽ ആയിരിക്കും കട്ട് ചെയ്ത ഈ ലൈൻ ആരാണ് EF. അതല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തെളിയിക്കേണ്ടത് EF പാരലൽ ടു QR. അപ്പൊ എഴുതാൻ പറ്റും ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം തിരിച്ച് നമ്മൾ പറയുന്നു EF divided parallel to QR by converse of basic proportionality theorem we can say that EF parallel to QR. Clear? So students, let's move to our sixth question. Question നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. In the given figure A, B and C are points on OP, OQ and OR. OP, OQ, OR ഇത് മൂന്നും ലൈൻസ് ആണ്. ഈ മൂന്ന് ലൈൻസിലും ഉള്ള പോയിന്റ്സ് ആണ് എയും ബിയും സിയും. അതായത് OP ലെ ലൈൻ എ, അതേപോലെ OQ ലെ ലൈൻ ബി ആൻഡ് OR ലെ പോയിന്റ് സി. ഓക്കെ, ലൈൻ അല്ല പോയിന്റ് ആണ് സി. ഇനി സച്ച് ദാറ്റ് AB പാരലൽ ടു PQ. അപ്പൊ നമുക്ക് പാരലൽ ആയിട്ടുള്ള ഇത് ഓരോന്നായിട്ട് കിട്ടുകയാണ്. അതിനെ നമുക്ക് മാർക്ക് ചെയ്ത് പോയാ AB ഓക്കെ പാരലൽ ടു എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് PQ. അപ്പൊ അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന AC പാരലൽ ടു PR എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് AC ഓക്കെ പാരലൽ ടു PR. We have to show that BC parallel to QR. BC ഇതാണ് ഈ ബ്ലാക്ക് ലൈൻ BC, അതേപോലെ ഈ ബ്ലാക്ക് ലൈൻ QR. ഇവ രണ്ട് പാരലൽ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് AB പാരലൽ ടു PQ. അപ്പോൾ ഞാൻ നോക്കുമ്പോ POQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് PQ ആണല്ലോ. ആ സൈഡിന് പാരലൽ ആയിട്ട് വരച്ച ലൈൻ ആണ് ആര് AB. ആ ലൈൻ ബാക്കി രണ്ട് സൈഡുകളെ എന്ത് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. സോ അതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. കൺസിഡർ ട്രയാങ്കിൾ POQ. കൺസിഡർ ട്രയാങ്കിൾ POQ. POQ ൽ എന്തൊക്കെയാണ് പ്രത്യേകത? AB പാരലൽ ടു PQ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം വി ക്യാൻ റൈറ്റ് എങ്ങനെ എഴുതാൻ പറ്റും ശ്രദ്ധിക്കുക, നോക്കാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം OA by AP. ഓക്കെ, OA by AP is equal to OB by BQ. OB by BQ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് എന്താണ്? AC പാരലൽ ടു PR. അപ്പോ നോക്കുമ്പോ POR എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് PR. അതിന് പാരലൽ ആയിട്ട് വരച്ച ലൈനാണ് AC. ആ ലൈൻ ബാക്കി രണ്ട് സൈഡുകളെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും. വിച്ച് തിയറം? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടാമത് എഴുതാൻ പോകുന്നത് എങ്ങനെയാണ്? കൺസിഡർ ട്രയാങ്കിൾ POR. Consider triangle POR. AC parallel to PR. So by basic proportionality theorem we can write എഴുതുന്ന രീതി എങ്ങനെയാണ്? OA divided by AP.
OA divided by AP is equal to OC divided by CR. OC divided by CR. Second equation. When I compare the first equation and second equation, I found that the left hand side of the both equations are same. So we can equate the right hand sides. Okay? അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? From 1 and 2. From 1 and 2, OB divided by BQ is equal to OC divided by CR. Okay? അപ്പോൾ ഈ ലൈൻസ്, ഈ ഒരു ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നോക്കുക, OB, okay, അതേപോലെ BQ divided by BQ is equal to OC divided by CR എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ these are the sides of triangle, which triangle? QOR or ROQ. ROQ അല്ലെങ്കിൽ QR എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആണ് ആര്? OQ ഉം അതേപോലെ OR ഉം. ഇവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതിയാണ് OB BQ, OC CR. ചെയ്തിരിക്കുന്നത് ആരാണ്? BC എന്ന് പറയുന്ന ലൈനാണ്. ഓക്കെ, അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ സെയിം ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത ലൈൻ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. എന്താണ്? ബൈ കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. സോ ബൈ കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം we can write BC, okay, BC parallel to QR. ഇതല്ലായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ, BC parallel to QR. സോ നമ്മൾ പ്രൂവ് ചെയ്തു, hence the proof. Clear? So students, let's move to our seventh question. Question ഇങ്ങനെയാണ്, using basic proportionality theorem, prove that a line drawn through the midpoint of one side of a triangle, okay, parallel to another side, bisects the third side. അതായത് പറയുന്നത് ഒരു ട്രയാങ്കിളിന് എത്ര വശങ്ങളുണ്ട്? 3 സൈഡ്സ് ആണുള്ളത് ആണല്ലോ. അതില് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ, ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന രണ്ടാമത്തെ സൈഡിന് പാരലൽ ആയിട്ടുള്ള ലൈൻ മൂന്നാമത്തെ സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. വ്യക്തമാണല്ലോ? 3 സൈഡുകളുള്ള ട്രയാങ്കിളില്, 3 സൈഡാണ് ഒരു ട്രയാങ്കിളിന്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്നും രണ്ടാമത്തെ സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു, അതായത് 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കുക, PQR എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ PQ എന്ന് പറയുന്ന വശത്തിന് എന്ത് മിഡ് പോയിന്റ് ആയ എയിൽ നിന്നും QR എന്ന് പറയുന്ന സൈഡിന് പാരലലായി ഞാൻ AB എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ മൂന്നാമത്തെ സൈഡായ PR-നെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം. ഗിവൺ ദാറ്റ്, അല്ലെങ്കിൽ കൺസിഡർ എന്ന് കൊടുത്താൽ മതി, ഇൻ ട്രയാങ്കിൾ PQR. ഓക്കെ, PQR നമുക്ക് പറയാൻ പറ്റുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കാം. PQ എന്ന് പറയുന്ന ലൈനിന് A എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് PA is equal to AQ എന്ന് എഴുതിക്കൂടെ? PA is equal to AQ. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണ്? AB parallel to QR എന്ന് പറയാൻ കഴിയും. ഓക്കെ, AB parallel to QR. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? We have to prove, എന്താണ് തെളിയിക്കേണ്ടത്? PR-നെ ഈ B എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് B എന്ന് പറയുന്നത് PR-ന്റെ മിഡ് പോയിന്റ് ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് PB is equal to BR എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ദാണ്ടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്, QR എന്ന് പറയുന്ന വശത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പാരലൽ ആയിട്ട് AB എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുന്നു. ആ AB എന്ന് പറയുന്ന ലൈൻ 2 സൈഡുകളെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം we can write PA, okay, divided by AQ is equal to PB divided by BR. Okay, ഇങ്ങനെ എഴുതിയാൽ
നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. പി എ എന്ന് പറയുന്നതും എ ക്യൂ എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ നമ്മൾ പി എ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 ആയിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനെ എഴുതാൻ കഴിയും പി ബി ഡിവൈഡഡ് ബൈ ബി ആർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഞാൻ എന്താ ഈ ബി ആറിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ബി ഈസ് ഈക്വൽ ടു ബി ആർ. ഇതായിരുന്നില്ലേ നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്? ദാറ്റ് മീൻസ് ഒരു പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു വശം പി ക്യു എന്ന് പറയുന്ന സൈഡിലെ മിഡ് പോയിന്റ് ആയ എയിൽ നിന്നും ക്യു ആറിന് പാരലായി എ ബി എന്ന് പറയുന്ന ലൈൻ വരച്ചാൽ ബി എന്ന് പറയുന്ന പോയിന്റ് മറ്റ് ലൈനിനെ എന്ത് ചെയ്യുന്നു? 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് പി ബി ഈസ് ഈക്വൽ ടു ബി ആർ എന്ന് കിട്ടി. ഹെൻസ് ദ പ്രൂഫ്. Okay. So students, we are moving to our 8th question. നമ്മൾ 7th question ചെയ്തിരുന്നല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അതിന്റെ കോൺവേഴ്സ് ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അതിന്റെ കോൺവേഴ്സ് ആയ കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Using converse of basic proportionality theorem, prove that the line joining the midpoints of any two sides of a triangle is parallel to the third side. അതായത് എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡുകൾ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നേരത്തെ നമ്മൾ തെളിയിച്ച എന്താണ്? ഒരു വശത്തിന്റെ മിഡ് പോയിന്റിനും രണ്ടാമത്തെ വശത്തിന് പാരലലുമായിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ വശത്തിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നായിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ നോക്കാം. ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, പി ക്യു ആർ കൺസിഡർ ചെയ്താൽ എ എന്ന് പറയുന്നത് പി ക്യുവിന്റെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതിക്കൂടെ? പി എ ഈസ് ഈക്വൽ ടു എ ക്യു. അതേപോലെ ബി എന്ന് പറയുന്നത് പി ആറിന്റെ എന്താണ്? മിഡ് പോയിന്റ് ആണ്. ഇത് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എ ഈസ് ദ മിഡ് പോയിന്റ് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാം. എ ഈസ് ദ മിഡ് പോയിന്റ് of PQ. Okay, next നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് PB is equal to BR. Okay, അതിന്റെ നമുക്ക് എന്തെന്ന് പറയാം? B is the midpoint of PR. B is the midpoint of PR. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ഇവ രണ്ടിനെ ഒരു സൈഡിലാക്കുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? PA divided by AQ is equal to 1. Okay, and രണ്ടാമത്തെ തന്നെ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? PB divided by BR is equal to 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ? AQ നെ ഞാൻ എന്ത് ചെയ്തു? ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ AQ എന്നായിട്ട് മാറ്റും. അപ്പൊ PA by AQ is equal to 1 എന്നാണ് കിട്ടിയത്. അതേപോലെ BR നെയും ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ PB by BR is equal to 1 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? സെയിം ആണ്. സോ ദാറ്റ് വി ക്യാൻ ഇക്വേറ്റ് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഗിവൻ ഇക്വേഷൻ, റൈറ്റ്? സോ ഞാൻ എന്ത് എഴുതുന്നു? PA divided by AQ is equal to PB divided by BR എന്ന് എഴുതി. ഓക്കെ, ഇതെന്ന് പറയുന്നത് PQR എന്ന് പറയുന്ന ട്രയാങ്കിളിനെ AB എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ വരുന്ന സൈഡ്സിന്റെ റേഷ്യോ അല്ലേ? PA divided by AQ is equal to PB divided by BR. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ by converse of basic proportionality theorem we can write എന്താണ് എഴുതാൻ പറ്റുന്നത്? AB parallel to QR. ഇതല്ലായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ്സിന്റെ ജോയിൻ ചെയ്യുന്ന ലൈനാണ്. ആ ലൈൻ മൂന്നാമത്തെ വശമായ ക്യു ആറിന് എന്താണ്? പാരലൽ ആണ് എന്നാണ് നമ്മൾ തെളിയിച്ചത്. സോ ഹെൻസ് ദ പ്രൂഫ്. ക്ലിയർ? സോ സ്റ്റുഡൻസ്, ലെറ്റ്സ് മൂവ് ടു അവർ 9th question. ശ്രദ്ധിക്കുക. ABCD is a trapezium. Okay, തന്നിട്ടുള്ളത് ട്രപ്പീസിയം ആണ്. In which AB parallel to DC. Okay, AB എന്ന് പറഞ്ഞ സൈഡ് DC എന്ന് പറഞ്ഞ സൈഡ് എന്താണ്? പാരലൽ ആണ്. And its diagonals intersect each other at the point O. ഈ ഒരു ട്രപ്പീസിയത്തിന്റെ ഡയഗണൽസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് O എന്ന് പറയുന്നത്. Show that AO by BO
ഓക്കെ ഇസ് ഈക്വൽ ടു CO ഡിവൈഡഡ് ബൈ DO എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതാണ് ഓയും അതേപോലെ ഏതെങ്കിലും ഒരു സൈഡിന്റെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ലൈൻ ഇങ്ങനെ മേക്ക് ചെയ്യാണ്. ഓക്കെ ഈ ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ടേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് EO അല്ലെങ്കിൽ OE എന്ന് പറയുന്ന ലൈൻ ഈസ് പാരലൽ ടു DC. അപ്പൊ ഞാൻ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഡ്രോ OE പാരലൽ ടു DC. ഓക്കെ അപ്പം DCക്ക് പാരലൽ ആയിട്ട് വരച്ച ലൈൻ ആണ് OE എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിന്റെ ഒരു സൈഡാണ് DC. DCക്ക് പാരലൽ ആയിട്ട് ഉള്ള ലൈൻ ആണ് OE. ഈ OE എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നു ബാക്കി രണ്ട് സൈഡുകളെ എന്ത് ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും കൺസിഡർ ട്രയാങ്കിൾ ADC. ADCയിൽ OE പാരലൽ ടു DC ആയതിനാൽ നമുക്ക് എന്തെന്ന് പറയാം ബൈ ബേസിക് proportionality theorem AE divided by ED AE divided by DE is equal to AO divided by OC AO divided by OC എന്നാണ് കിട്ടിയത്. ഓക്കെ അല്ലെങ്കിൽ CO നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ CO എന്നായതുകൊണ്ട് CO എന്നെഴുതി. ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതേ ഒരു ലൈൻ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ DC എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ABക്കും പാരലൽ ആയിരിക്കും. കാരണം ഇതാ ഇവിടെ നോക്കുക നമ്മൾ എഴുതിയിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് OE പാരലൽ ടു DC ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് DC ABക്ക് പാരലൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും OE പാരലൽ ടു DC ആയിരിക്കും അല്ലേ. സോറി OE പാരലൽ ടു AB ആയിരിക്കും. ഓക്കെ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. OE DCക്ക് പാരലൽ ആയിട്ട് നമ്മൾ വരച്ചതാണ്. DC ABക്ക് പാരലൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും OE ABക്ക് പാരലൽ ആയിരിക്കും ആണല്ലോ. OE പാരലൽ ടു AB. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ അടുത്ത ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാണ്. ആരാണ് BAD. ഓക്കെ അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ BAD. അതില് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം OE പാരലൽ ടു AB ആയതുകൊണ്ട് ബൈ BPT ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ് ആ ഒരു ട്രയാങ്കിൾ ഏതാണ് ഇതാണ്. ഓക്കെ അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും AE ഡിവൈഡഡ് ബൈ ED. ഓക്കെ AE ഡിവൈഡഡ് ബൈ DE is equal to ഇതേപോലെ എടുക്കാം BO ഡിവൈഡഡ് ബൈ DO ആണല്ലോ ഇക്വേഷൻ നമ്പർ 2. This is equation number 1. Apo when compare these two equations, I found out that the left hand side of these equations are same. Okay, so that we can equate the right hand sides. Okay, apo from 1 and 2 നമുക്ക് എഴുതാൻ പറ്റുന്ന രീതി എങ്ങനെയാണ് AO ഡിവൈഡഡ് ബൈ CO is equal to BO ഡിവൈഡഡ് ബൈ DO ആണല്ലോ. പക്ഷെ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. അല്ല, പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് AO ഡിവൈഡഡ് ബൈ BO is equal to CO ഡിവൈഡഡ് ബൈ DO എന്നാണ്. ഓക്കെ അപ്പൊ ഞാൻ നോക്കേ ഞാൻ ഇതിനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ ക്രോസ് ചെയ്താൽ എന്ത് സംഭവിക്കും എനിക്ക് എങ്ങനെ കിട്ടും AO ഡിവൈഡഡ് ബൈ BO is equal to CO ഡിവൈഡഡ് ബൈ DO. ഓക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ആ ഒരു ഇക്വേഷന് ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കുന്നു. ഓക്കെ അപ്പൊ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടി. സോ ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ So students, let's move to the last question of our exercise 6.2. Question നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മുടെ 9th ക്വസ്റ്റ്യന്റെ നേരെ കോൺവേഴ്സ് ആണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് the diagonals of a quadrilateral ABCD. അവിടെ നമുക്ക് ട്രപ്പീസിയം നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ട്രപ്പീസിയത്തിന്റെ അകത്തുള്ള കേസുകൾ തന്നിട്ട് ആണ് നമുക്കത് പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രപ്പീസിയം ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ അപ്പൊ ഇനി ക്വാഡ്രിലാറ്ററൽ ABCD
the diagonals of a quadrilateral ABCD intersect each other at the point O. Okay, ഒരു ക്വാഡ്രിലാറ്ററൽ, അതായത് 4 വശങ്ങൾ ഉള്ള ഒരു ഫിഗർ ആണ്, ക്ലോസ്ഡ് ഫിഗർ ആണ് ക്വാഡ്രിലാറ്ററൽ. അതിന്റെ ഡയഗണൽസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് O എന്ന് പറയുന്നത്. ഓക്കെ, such that AO divided by BO is equal to CO divided by DO. ഇതായിരുന്നു നമ്മുടെ 9th ക്വസ്റ്റ്യനിൽ നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആ കണ്ടീഷൻ നേരിട്ട് തരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ട്രപ്പീസിയം ആണ് എന്ന് തെളിയിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വി ആർ കൺസിഡറിംഗ് ദ സെയിം ഫിഗർ. ഓക്കെ, നോക്കുക, ABCD എന്ന് പറയുന്ന ട്രപ്പീസിയം, O എന്ന് പറയുന്നത് ഇവരുടെ ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ അവിടെ ചെയ്തതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡ്രോ OE പാരലൽ ടു AB. AB എന്ന് പറയുന്ന വശത്തിന് പാരലൽ ആയിട്ട് ഞാൻ ആരെ വരയ്ക്കാണ്, OE യെ വരയ്ക്കാണ്. ഓക്കെ, OE വരച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ AO ഡിവൈഡഡ് ബൈ BO ഈസ് ഈക്വൽ ടു CO ഡിവൈഡഡ് ബൈ DO. ഇത് ഞാൻ ഒന്നുകൂടെ എഴുതി. അതിനുശേഷം എനിക്ക് വേണ്ട രീതിയിലേക്ക് ഇതിന് ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാണ്. എങ്ങനെയാണ്, AO ഡിവൈഡഡ് ബൈ CO ഈസ് ഈക്വൽ ടു BO ഡിവൈഡഡ് ബൈ DO. കാരണം എന്താണ്, നമ്മൾ നോക്കുമ്പോൾ AO BO അതേപോലെ CO DO ഇവർ തമ്മിൽ ഒരു ലൈനിൽ തന്നെ കട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നില്ല. അങ്ങനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തത്. അപ്പൊ റീഅറേഞ്ച് ചെയ്തപ്പോൾ AO ഡിവൈഡ് ബൈ CO നോക്കേ, ഒരേ ലൈനിൽ തന്നെയുള്ള കട്ടാണ് AO അതേപോലെ CO. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് BO DO, BO അതേപോലെ DO. ഈ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഅറേഞ്ച്മെന്റ് നമ്മൾ നടത്തിയത്. ഓക്കെ, അത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ DAB, ദാ ഈ ഒരു ട്രയാങ്കിൾ, അതായത് ആ പാരലൽ ലൈനും ആ ഒരു സൈഡും ഉള്ള ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഓക്കെ, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, DE ബൈ EA അല്ലെങ്കിൽ AE is equal to DO divided by BO എന്ന് പറയാൻ കഴിയും. ഓക്കെ, ഇനി ഇതില് ഇവിടെ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനിൽ BO ഡിവൈഡഡ് ബൈ DO എന്നാണ്, ഇവിടെ DO ഡിവൈഡഡ് ബൈ BO എന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ റിവേഴ്സ് എടുക്കുന്നു. റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന എങ്ങനെയാണ്, BO ഡിവൈഡഡ് ബൈ DO is equal to AE ഡിവൈഡഡ് ബൈ DE എന്നാണ് കിട്ടുന്നത്. സോ കമ്പയറിംഗ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ നമ്മുടെ എന്താണ്, ഒരു സൈഡ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് മറ്റേ സൈഡിനെ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ഫ്രം 1 and 2 നമുക്ക് AO ഡിവൈഡഡ് ബൈ CO ഈസ് ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ DE എന്ന് കിട്ടും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ, AO ഡിവൈഡഡ് ബൈ CO ഈസ് ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ ED എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിൾ, ഇത് ഇത്ര ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതാണ്, ഇതാണ് CDA എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളെ OE എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിന് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. therefore by converse of basic proportionality theorem we can write OE parallel to DC. okay, OE parallel to DC. പക്ഷെ നമുക്ക് OE parallel to DC മാത്രം പോരാ, എന്ത് വേണം, ഒരു ട്രപ്പീസിയം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, രണ്ട് പെയറും അല്ല, ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ എത്തിയിട്ടില്ല, OE parallel to DC എന്ന് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം എടുത്ത കണ്ടീഷൻ OE ABക്ക് പാരലൽ ആണ്. ഇപ്പൊ കിട്ടിയത് OE DCക്ക് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ABയും DCയും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ AB പാരലൽ ടു DC എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടി. ഓക്കെ, അപ്പൊ AB DCക്ക് പാരലൽ ആണെന്നുണ്ടെങ്കിൽ we can say that this quadrilateral, നമുക്ക് തന്നിട്ടുള്ള ക്വാഡ്രിലാറ്ററിന്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് എന്തായിട്ട് കിട്ടി, പാരലൽ ആയിട്ട് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can say that ABCD is a trapezium. okay, ABCD is a trapezium. ഇതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത്. സോ ഹെൻസ് ദ പ്രൂഫ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ 6.2 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ അവസാനിക്കുകയാണ്.